ഇപ്പോൾ സമരം ഇപ്പോഴും തുടരുകയാണ്. അഖില കളക്ട്രേറ്റിൽ തന്നെ ഉണ്ട്. അഖില, വലിയ തോതിലുള്ള സമരം, ഒപ്പം ജീവനക്കാരെ തടയുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതായത് പ്രധാനമായും രണ്ട് കവാടങ്ങളാണുള്ളത്. രണ്ട് കവാടങ്ങളിലും UDF നേതാക്കളും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഈ കളക്ട്രേറ്റിലേക്ക് വന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ല, നിരവധി ആവശ്യങ്ങൾക്കായി എത്തിയ ജനങ്ങളും ഇപ്പോൾ കളക്ട്രേറ്റിന് പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പലരെയും കയറ്റി വിടുന്നില്ല. പല ഉദ്യോഗസ്ഥരും വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളും വിവിധ സേവനങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി കളക്ട്രേറ്റിൽ എത്തിയിട്ടുള്ള ജനങ്ങളും ഇത്തരത്തിൽ പുറത്ത് നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പുകളിലും കടകളിലും ഈ പരിസരത്തെല്ലാമായി അവരും നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ടി സിദ്ദിഖ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുന്നവരുടെ പട്ടിക ഇനിയും തയ്യാറാക്കിയില്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടുകൂടി സമരം സെക്രട്ടേറിയറ്റിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളൊരു സുപ്രധാനപ്പെട്ട കാര്യം കൂടി ടി സിദ്ദിഖ് നമ്മളോട്, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ ജനങ്ങളെ, ദുരിതം ബാധിച്ച ജനങ്ങളെ ഇപ്പോഴും സർക്കാർ, അതായത് കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും ഇപ്പോഴും ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവർ ഏറ്റവും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണം. കാരണം സംഭവം നടന്ന 7 മാസം കഴിഞ്ഞു. ഇതുവരെ അതിന്റെ ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുനരധിവാസ പട്ടിക തയ്യാറാക്കി അതിൽ ആരൊക്കെ ഉൾപ്പെടും, ആരൊക്കെ പുറത്താകും എന്നുള്ളൊരു കാര്യം ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പലരും പല കണക്കുകളാണ് നൽകുന്നത്. അതായത് ആക്ഷൻ കമ്മിറ്റിയുടെ എണ്ണത്തിൽ 531 വീടുകളാണ് നിർമ്മിച്ച് നൽകേണ്ടത്. അതായത് പഞ്ചായത്തും ഈ പറയുന്ന പോലെ കളക്ടറും എല്ലാം നൽകുന്ന കണക്കുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ കണക്ക് സമർപ്പിക്കാൻ സർക്കാരിനാകണമെന്നാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ദുരിതബാധിതരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് UDF സമര പരിപാടികളിലേക്ക് നൽകുന്നത്. ദിനപത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസമാണ് ദിനപത്ത് വീണ്ടും പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ദിനപത്ത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ UDF അവകാശപ്പെടുന്നത്, ഈ പറയുന്നത് പോലെ സമര പരിപാടികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ സർക്കാരിന്റെ കണ്ണു തുറക്കുകയുള്ളൂ, സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ UDF നമ്മളോട്, അല്ലെങ്കിൽ UDF പ്രവർത്തകരും നേതാക്കളും നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പരിക്ക് പറ്റിയവരുണ്ട്. അതായത് പ്രധാനമായും ഈ പറയുന്നത് പോലെ സ്പൈനൽ ഇഞ്ചുറി പറ്റിയവരുണ്ട്, പ്ലാസ്റ്റിക് സർജറി വേണ്ടവരുണ്ട്. അപ്പോൾ പരിക്ക് പറ്റിയവർക്കുള്ള തുക, അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്കുള്ള സഹായം കൃത്യമായി ഇതുവരെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ UDF നേതാക്കൾ നമ്മളോട് പറയുന്നുണ്ട്. അതിനെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനെല്ലാം കൃത്യമായ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ UDF-ഉം ദുരിതബാധിതരും ചേർന്ന സമരം നടത്തുന്നത്. ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് 2 ടൗൺഷിപ്പുകളും 2 എസ്റ്റേറ്റുകളിലായി നടത്തുന്ന കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളഞ്ഞുള്ള സമരമാണ് UDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്.